നിങ്ങളെ ഒരുമിച്ച് കണ്ടതിന്റെ ഷോക്കിൽ ശ്രീകല വാവിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യത്തെ ദേഷ്യം ഒന്ന് അടങ്ങിയപ്പോ ഞാൻ നിന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സന്ദീപിന്റെ ജാതകത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് ശ്രീലാമ്മ പറഞ്ഞില്ലേ? അതിന്റെ ടെൻഷനില്ല ശ്രീലാമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്റെ ജാതകത്തിൽ എന്ത് പ്രശ്നം? പ്രശ്നമുണ്ട്. ജാതകപ്രകാരമേ നിനക്ക് മംഗല്യ ദോഷമുണ്ട്. അത് പരിഹരിക്കാതെ കല്യാണം നടന്ന ആ ബന്ധം നിലനിൽക്കില്ലെന്നാ ജ്യോത്സ്യര് പറഞ്ഞത്. രണ്ടിലൊരാൾക്ക് ജീവഹാനി വരെ സംഭവിക്കുന്നു. ഇതൊന്നും അറിയാതെ നീ ഇവളെ കല്യാണം കഴിച്ചു പോയ സ്ഥിതിക്ക് ആ ദോഷം മാറാൻ 41 ദിവസം ഇവള് വ്രതം നോക്കണം. അതും കന്യകയായിക്കൊണ്ട് തന്നെ. വ്രതം തീരുന്നിടം വരെ രണ്ടാളും തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. അങ്ങനെ ഒരു വ്രതം ഇനി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കതിന്റെ ആവശ്യം കാണില്ലായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ മോന്റെ ജീവനും ജീവിതവും വലുതാ. അതുകൊണ്ട് ഇവളെ കൊണ്ട് വ്രതം എടുപ്പിച്ചേ മതിയാവും. വ്രതം എടുക്കാൻ ഇവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ സമ്മതിച്ച? സാരമില്ല സന്ദീപ്, 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് പെട്ടെന്നങ്ങ് തീരില്ലേ? എങ്കിൽ നീ ഇപ്പൊ മുതൽ ഔട്ട് ഹൗസിൽ കഴിഞ്ഞു. ഔട്ട് ഹൗസിലോ? പറ്റില്ല, അതൊന്നും ശരിയാവില്ല. തമ്മിൽ കാണാനും സംസാരിക്കാനും ഒന്നും പാടില്ലെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്? ഈ വീട്ടിൽ തന്നെ താഴെ മുകളിലുമായിട്ട് കഴിയാലോ. അതൊന്നും ശരിയാവത്തില്ല. രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിച്ച അതിന് ഫലസിദ്ധി ഉണ്ടാവത്തില്ല. നാൽപ്പത്തൊന്നാമത്തെ ദിവസം വ്രതം അവസാനിപ്പിച്ച് നിന്റെ അച്ഛന്റെ അസ്ഥിത്തറയിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടുള്ളൂ. നീ വാ, ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഔട്ട് ഹൗസിന്റെ താക്കോല് എന്റെ കയ്യിലുണ്ട്. വാ. നീ വിഷമിക്കാതെ. ശ്രീകലയ്ക്ക് ഈ കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിയില്ലേ? എന്തായാലും വ്രതം കഴിയുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുമല്ലോ.
ഇത് ഇവിടുത്തെ ഔട്ട് ഹൗസാ. ഡ്രൈവർ സെക്യൂരിറ്റി ഒക്കെ വല്ലപ്പോഴും കിടക്കുന്ന സ്ഥലവാ. അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി നിനക്ക് ഇവിടെ കിടക്കാം. വാ. വാ. സാരമില്ല, ഒരു 41 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. നീ ഇവിടെ കിടന്നാ മതി. പിന്നെ നിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ തനിച്ച് കിടക്കാൻ നിനക്ക് പേടിയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതെ, കഴിവതും ഈ 41 ദിവസം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പിന്നെ ആഹാരത്തിന് സമയമാവുമ്പോ അടുക്കളയുടെ പിന്നാമ്പുറത്ത് വന്നാ മതി. അവിടെ സെർവന്റ് ഉണ്ടാവും. നിനക്ക് വേണ്ട ഫുഡൊക്കെ അവര് പാത്രത്തിലാക്കി തരും. പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. സന്ദീപിന് വേണ്ടിയുള്ള ഈ വ്രതം കഴിയുന്നത് വരെ നീ അവനെ കാണാനോ സംസാരിക്കാനോ അടുപ്പം കൂടാനോ നിന്നേക്കരുത്. ഇനി അവനായിട്ട് അതിന് ശ്രമിച്ചാൽ പോലും നീ അത് വിലക്കിയേക്കണം. വ്രതം അവസാനിക്കുന്നത് വരെ കന്യകയായിട്ട് തുടരേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും കടമയോ. ആ പിന്നെ ഈ ദിവസങ്ങളിലൊന്നും ഇവിടം വിട്ട് എങ്ങോട്ടും പോയേക്കരുത്. ഞങ്ങളുമായി യാതൊരുവിധ അടുപ്പം കാണിക്കാനും നീ വരണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വ്രതം ഭംഗിയായി പൂർത്തിയാക്കുന്നത് നിന്റെ മനസ്സുപോലെ ഇരിക്കും. എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ട അതിന്റെ ദോഷം നിനക്കാണെന്നും കൂടി നീ അറിഞ്ഞോണം. നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട.